പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ കുഴിമന്തിയൊക്കെ തിന്ന് എല്ലിൻ്റെ ഇടയിൽ കയറി ആരുടെ പുറത്ത് കയറി ഇടിക്കണമെന്നുള്ള ചിന്തയാണ്. ചിലർ തിന്നാൻ വേണ്ടി മാത്രം ജീവിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നിട്ടുള്ളവരാരും അങ്ങനെയുള്ളവരല്ല. അത്യാവശ്യം ജീവിക്കാൻ വേണ്ടി മാത്രം ഒരു 6 നേരം കഴിക്കും, എത്രയേ ഉള്ളൂ. വിശുദ്ധരും നിഷ്കളങ്കരുമായിട്ട് ജീവിക്കാനാ. അതാണ് ദൈവശബ്ദം. സ്തോത്രം. ഇനി വിശുദ്ധിയുടെ അടയാളം വെള്ളയൊന്നും അല്ല, ക്ലീൻ ഷേവും അല്ല, എന്തെങ്കിലുമൊക്കെ ഊരിക്കളയുന്നതുമല്ല. ഹല്ലേലൂയ. ഇതിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ജീവൻ്റെ തുടിപ്പാണ് വേണ്ടത്. നിന്റെ വസ്ത്രമല്ല വലിച്ചു കീറേണ്ടത്, നിന്റെ ഹൃദയമാണ്. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധരും നിഷ്കളങ്കരുമായിട്ട് ജീവിക്കാൻ അങ്ങനെ ഒരാൾ 2-3 പേര് ജീവിച്ചതായിട്ട് ബൈബിളിലുണ്ട്. 2-3 പേരില്ല, ഏകദേശം മിക്കവരും അങ്ങനെ തന്നെയാണ്. അതിൽ ഒരാളുടെ പേര് ഒന്ന് പെട്ടെന്ന് പറയാമോ? റൈറ്റ്. ഇയ്യോബിൻ്റെ അഡ്രസ്സ് നമുക്കൊന്ന് വായിക്കാം. ഇയ്യോബിൻ്റെ അഡ്രസ്സ്, ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം. ഇയ്യോബ് അപ്പച്ചൻ്റെ ഹൗസ് അഡ്രസ്സാണ് പരിശുദ്ധാത്മാവ് ഇപ്പം പറഞ്ഞത്. അവൻ നിഷ്കളങ്കനാണ്. ഇയ്യോബ് അപ്പച്ചൻ നമ്മളെപ്പോലെ മജ്ജയും മാംസമുള്ള ഒരു അപ്പനായിരുന്നു. സ്തോത്രം. ചരിത്ര പുരുഷനാണ്, വെറൊരു കഥാപാത്രമല്ല, ചരിത്ര പുരുഷനാണ്. അപ്പൻ്റെ കാലഘട്ടം എന്ന് പറയുന്ന വക്രതയും കോട്ടവും വഷളത്വവും നിറഞ്ഞ കാലഘട്ടത്തിലാണ് ഈ അപ്പൻ്റെ കുടുംബം മാത്രം വേർവിട്ട് നിന്ന്. അതേ വിളി തന്നെയാണ് നമുക്ക്. വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നമ്മൾ കത്തിച്ചൊലിക്കുന്ന ജ്യോതിസുകളെ പോലെ